നാട്ടിലെ ചൂണ്ടക്കാര് ഇത് ഉറപ്പായിട്ടും കണ്ടോട്ടാ. ഇതാണ് ഫിഷ് കോക്ടെയിൽ. UK-ലെ ചില പ്രൊഫഷണൽ ചൂണ്ടക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം. എക്സ്പെൻസീവ് ഐറ്റം എന്നും വേണമെങ്കിൽ പറയാട്ടോ. ചൂണ്ടക്കുളത്തില് പല കളറിലുള്ള വേംസ്, പിന്നെ കോൺസീഡ്, പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് അവർ ചേർക്കും. ഫിഷ് കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ പോരാ, ആ ഷേപ്പിലേക്ക് വരണ്ടേ. അതിനുള്ള എല്ലാ സംഭവങ്ങളും അവരുടെ അടുത്തുണ്ട്. ചേരുവയെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഏകദേശം അത് ഇങ്ങനെയാവും. ഈ ഒരു രൂപത്തിലാക്കി അവരെടുക്കും. ഈ ഒരു സാധനമാണ് അവര് ഫിഷിനെ പിടിക്കാനായിട്ട് കാസ്റ്റ് ചെയ്യണത്. ഫിഷിനെ എല്ലാത്തിനെയും കൂടി വശീകരിക്കണം വേറൊരു ഐറ്റം കൂടി ഇവരുടെ കയ്യിലുണ്ട്. അത് കണ്ടോട്ടാ, അതായത് ഇങ്ങനെയാണ്. എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഇതേപോലെ കുഴച്ച് ബോൾ രൂപത്തിലാക്കി ഈ കവണിയിൽ ഇതേപോലെ അങ്ങോട്ട് വിടും. ആ ചുറ്റുവട്ടത്തുള്ള മീനെല്ലാം നോക്കുമ്പോ സംഭവം എന്താണ്, ദേ നല്ല ഫുഡ് മഴ. അങ്ങനെ മീനെല്ലാം ആർത്തിയോട് കൂടി ഈ ഫുഡിന്റെ അടുത്തേക്ക് വരുമ്പോ ഇവര് ഈ കോക്ടെയിൽ എന്ന് പറഞ്ഞ സംഭവം അതാണ് പിന്നെ കാസ്റ്റ് ചെയ്യണത്. മീൻ സാധാ ഫുഡ് എടുക്കോ അല്ലെങ്കിൽ കോക്ടെയിൽ എടുക്കോ? ഉറപ്പായിട്ടും കോക്ടെയിലിന് എടുക്കുള്ളൂ. സാധാ ഫുഡ് എവിടെ എടുക്കാൻ? അമ്മാതിരി കോക്ടെയിലല്ലേ ഇവരുണ്ടായി കൊടുത്തേക്കണത്. ഇപ്പോൾ നമ്മളാണേലും ബിരിയാണി വേണോ ചോറ് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയിൽ ആദ്യം പറയുള്ളൂ. അത് തന്നെ ഫിഷിനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. എന്നിട്ട് ഇതിങ്ങനെ മീനെ പിടിക്കും, തുറന്നു വിടും, മീനെ പിടിക്കും, തുറന്നു വിടും. വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം. പുഴയിലെയും ഇവരുടെയും നിയമം, ഈ രാജ്യത്തെ നിയമം. അത് നല്ല അടിപൊളിയായിട്ട് അവർ അനുസരിക്കുന്നുമുണ്ട്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഒരു കാസ്റ്റിംഗ് ആയിട്ട് തന്നെ അവർ കണക്കാക്കുകയും ചെയ്യുന്നു. ഇവിടുത്തുകാർക്ക് മീനിനെ പിടിച്ചിട്ട് തുറന്നു വിടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് മീനിനെ പിടിച്ച് ചട്ടിയിലാക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുക. ഓരോ രാജ്യത്തും ഓരോരോ നിയമങ്ങൾ.